കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ശക്തമാകുന്നതിനിടെയാണ് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരീക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. Prime Minister had stated very clearly that all those who were involved in paper leaks, in the recent NEET paper leaks, are arrested. 13 of them are put into jail, and Prime Minister desires that these people should be given most stringent possible punishment. And also Prime Minister stressed that to prevent any future leaks for any examination for any state, we must come together to ensure that no matter these people, this gang, these people who are involved in paper leaks. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം ആരംഭിച്ചു. നടപടിക്രമങ്ങൾ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 മണിവരെ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ബഹളം തുടർന്നതോടെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സഭാ നിയമങ്ങൾ അനുസരിച്ച് അംഗങ്ങൾക്ക് വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള ഉറപ്പു നൽകിയെങ്കിലും പ്രതിഷേധം അവസാനിച്ചില്ല. രാജ്യസഭയിലും സമാന സാഹചര്യം തന്നെയായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ ആവർത്തിച്ച് തടസ്സപ്പെടുകയും കാര്യമായ നിയമനിർമ്മാണ നടപടികളൊന്നും പുരോഗമിക്കാതിരിക്കുകയും ചെയ്തു. അതേസമയം ദേശവികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാന ബില്ലുകൾ പരിഗണിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പരിഗണനയിലുണ്ടായിരുന്ന 8 ബില്ലുകളിൽ ക്രിയാത്മക ചർച്ച നടത്താൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. മൺസൂൺ സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ നിർണായകമായ 2 ഭേദഗതി ബില്ലുകളാണ് പരിഗണനയ്ക്കെടുത്തിരുന്നത്. വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന് തത്തുല്യമായ അംഗീകാരം നൽകുന്നതും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 നിന്ന് 37 ഉയർത്താനുള്ള ബില്ലും പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.